أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. പ്രിയമുള്ളവരെ, നമ്മുടെ ജമ്മിന്റെ ക്ലാസ് 17 വൽ അസഹ് ബലപ്പെട്ട അഭിപ്രായം അന്ന മദ്ഹബ റാവി ലിൽ ആമി, ആമ് റിപ്പോർട്ട് ചെയ്യുന്ന ആളുടെ മദ്ഹബ് ബിഖിലാഫിഹി, ആമിന് എതിരായിക്കൊണ്ടാണ് ആമ് റിപ്പോർട്ട് ചെയ്യുന്ന ആളെ മദ്ഹബ് എങ്കിൽ ആ മദ്ഹബ് ലാ യുഖസ്സിസുഹു, ആ ആമിനെ ആ മദ്ഹബ് തഖ്സീസാക്കൂല. റാവി റിപ്പോർട്ട് ചെയ്തത് ആമാണ്, ആ ആമിന്റെ നേരെ എതിരാണ് റാവിക്കുള്ള മദ്ഹബെങ്കിൽ ആ ആമിനെ ആ മദ്ഹബ് കൊണ്ട് തഖ്സീസാക്കൂല എന്ന്. വലൂകാന സ്വഹാബിയൻ, ആ റിപ്പോർട്ടകൻ സ്വഹാബിയായാൽ പോലും അംഗീകരിക്കൂല എന്നാണ്. സ്വഹാബിയുടെ ഖൗല് ഹുജ്ജത്തല്ല, ആമാണ് ഹുജ്ജത്ത് എന്നാണ്. അതുകൊണ്ട് ആ സ്വഹാബിയാണെങ്കിൽ പോലും ആ ആമിന് എതിരുള്ള മദ്ഹബാണ് അംഗീകരിക്കൂല എന്ന് പറഞ്ഞു. വഖീല, അവിടെ അഭിപ്രായമുണ്ട് യുഖസ്സിസുഹു മുത്ലഖൻ, ആമിനെ റിപ്പോർട്ട് സഹാബി ആയാലും അല്ലെങ്കിലും ഇവിടെ കണക്കൊന്നുമില്ല, മദ്ഹബ് തഖ്സീസാക്കും എന്നാണ്. വഖീല, മറ്റൊരു അഭിപ്രായം അവിടെ ഖൈദാണ്, സ്വഹാബിയൻ, സ്വഹാബിയാണെങ്കിൽ തഖ്സീസ് ഉണ്ടില്ലെങ്കിൽ ഇല്ല. വക്കീല, അപ്പോ ഒരു നാലാം കൗല് കേട്ടെ, ഇന്ന മദ്ഹബ സ്വഹാബി ഗൈരി റാവിലിൽ ആമി ബിഖിലാഫി യുഖസ്സിസുഹു അയ്ളൻ എന്നാണ്. ആമിനെ റിപ്പോർട്ട് ചെയ്യാത്ത സ്വഹാബി, റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയല്ല, ആമിനെ റിപ്പോർട്ട് ചെയ്യാത്ത സ്വഹാബിയുടെ മദ്ഹബ് ആമിനെതിരാണ്. ആ എതിരായൊരു മദ്ഹബാണ് ഈ സ്വഹാബിക്കുള്ളത്. ഈ സ്വഹാബിയാണെങ്കിൽ ആമിനെ റിപ്പോർട്ട് ചെയ്ത സ്വഹാബിയുടെ അല്ലതാനും. എന്നിരിക്കെ ആ സ്വഹാബിയുടെ മദ്ഹബ് എന്തിനെതിരായി? ആമിനെതിരായി. അങ്ങനത്തെ മദ്ഹബ് സ്വീകരിച്ച മദ്ഹബുള്ള ഒരാളാണെങ്കിൽ യുഖസ്സിസുഹു അയ്ളൻ, ആ മദ്ഹബ് എന്താക്കും? ആമിനെ തഖ്സീസാക്കും. അയ്ളൻ, വീണ്ടും എന്ന് പറഞ്ഞാൽ ആമിനെ റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടകന്റെ മദ്ഹബ് ആമിനെ തഖ്സീസാക്കും എന്നതുപോലെ തന്നെ ഈ അഭിപ്രായം വരുന്നത് തന്നെ എവിടുന്ന? അന്ന ഖൗല സ്വഹാബി ഹുജ്ജത്തുൻ, സ്വഹാബിയുടെ ഖൗല് ഹുജ്ജത്താണ് എന്ന അഭിപ്രായം അനുസരിച്ചാണ് ഈ അഭിപ്രായം വന്നത്. അതായത് തഖ്സീസാക്കും എന്ന് പറഞ്ഞാൽ ഐ യഖ്സുറു അലാ മാ ഹദാ മഹല്ലുൽ മുഖാലഫത്തി, മുഖാലഫത്ത് എതിരാകുന്ന മഹല് അല്ലാത്തതിന്, ആ എതിരായ മഹലിന് മേലല്ല, എതിരാവൽ എന്ന മഹലുണ്ട്, ആ സ്ഥാനം അല്ലാത്തതിന്റെ പേരിൽ ഈ ആമിനെ തഖ്സീസാക്കും എന്ന് പറഞ്ഞാൽ ചുരുക്കും. എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചാല് അന്നഹ മുഖാലഫത്ത് ഇവിടെ ഉള്ളത് ഇന്നമാ തസ്തുറു അൻ ദലീലിൻ, അതൊരു ദലീലിനെ തൊട്ടുണ്ടായതാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് ആ മുഖാലഫത്ത് മഹല് അല്ലാത്തത് ഏതോ അതിന്റെ മേലിൽ, പിന്നെ മുഖാലഫത്തായ മഹലിന്റെ മേൽ പറ്റൂല. അതിന് ദലീലിനെ തൊട്ടുണ്ടായതാണെന്ന് പറയുകയാണെങ്കിൽ ഞമ്മക്കവിടെ മറുപടി ഉണ്ട്. ഫി ലന്നിൽ മുഖാലിഫി, നിങ്ങൾ പറഞ്ഞത് ദലീലിനെ തൊട്ടുണ്ടായ മുഖാലഫത്ത് ലന്നിനെ തൊട്ട് അല്ല, വേറൊരു ദലീലിനെ തൊട്ടുണ്ടായതാണ്. നമ്മൾ പറയണ അങ്ങനെയല്ല, അവിടെ എതിരായി വന്ന ആളുടെ ലന്നിൽ ഉണ്ടായ ദലീല, അല്ലാതെ മറ്റൊന്നുമല്ല. ലാബി നഫ്സിൽ അംലി, യഥാർത്ഥത്തിൽ ഇവിടെ യാതൊരു തർക്കവുമല്ല, വാസ്തവത്തിൽ ഇല്ല. പിന്നുള്ളത് ഇതിലാര? മുഖാലിഫായ അയാളുടെ ദന്നിൽ വന്നതായ ഒന്നാണത്. വലൈസലി ഗൈരിഹി ഇത്തിബാഉഹു, മറ്റൊരാളെ പിന്തുടരുക എന്നുള്ളത് ഇയാൾക്കില്ലതാനും. എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ അതിന് ഇല്ലത്ത് അന്നൽ മുജ്തഹിദ ലാ യുഖല്ലിദു മുജ്തഹിദൻ, ഒരു മുജ്തഹിദ് മറ്റൊരു മുജ്തഹിദിനെ തഖ്ലീദ് ചെയ്യൂല. അപ്പൊ ഇവിടെ മുഖാലിഫ് ഇതിനെ എതിർക്കുന്ന ആള് അയാളുടെ ലന്നിൽ അയാൾക്ക് തോന്നുന്നുണ്ടായി, ആള് മനസ്സിലാക്കിയെടുത്തോന്നുണ്ട്, അല്ലാതെ നഫ്സുൽ അംറിൽ ഇവിടെ ഒന്നുമില്ല, ഖിലാഫൊന്നുമില്ല. അപ്പോഴാണ് മുജ്തഹിദ.
ഇയാൾ മുജ്തഹിദാണെങ്കിൽ മറ്റൊരു മുജ്തഹിദിനെ തുടരാൻ പറ്റൂലല്ലോ, ഇല്ല. എന്നാ നമുക്കവിടെ പറയേണ്ടത്, നിങ്ങൾ പറഞ്ഞ മാതിരി ഖിലാഫ് വന്നത് മുഖാലഫത്തുണ്ടായത് മറ്റൊരു ദലീലിനെ കൊണ്ടുണ്ടായതല്ല. കമാ സയ്യത്തി ഇത് പറ്റൂല, അതിന് ശേഷം വരുന്നുണ്ട്. ഇതിനൊരു മിസാൽ ഉദാഹരണം പറയാ. ഹദീസുൽ ബുഖാരി ഇമാമിന്റെ ഹദീസാ. ഏത് വൈക്ക് റിപ്പോർട്ട് ചെയ്ത മിൻ റിവായത്തി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വൈക്ക് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഹദീസ് ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്ത എന്താ ഹദീസ്? മൻ ബദ്ദല ദീനഹു ഫഖ്തുലൂഹു എന്നാണ്. ആരെങ്കിലും തന്റെ ദീനിനെ മാറ്റിമറിച്ചാൽ അവനെ കൊന്നുകളയണം എന്നാണ്. അത് ആമ്മ. മൻ എന്ന് പറയുന്ന ആമ്മ, അതിലാണും പെണ്ണും പെട്ടു. അങ്ങനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ വൈക്കുള്ള റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസ്. എങ്കിൽ മൻ ബദ്ദല ദീനഹു ഫഖ്തുലൂഹു എന്ന് ഇബ്നു അബ്ബാസ് തങ്ങൾ റിപ്പോർട്ട് ചെയ്തത് മഅ ഖൗലിഹി, ഇബ്നു അബ്ബാസ് തങ്ങൾക്ക് ഒരു ഖൗലുണ്ട്. ഇത് സബത അൻഹു, ഇബ്നു അബ്ബാസ് തങ്ങളെ തൊട്ട് അത് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ടെങ്കിൽ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. മൻ ബദ്ദല ദീനഹു ഫഖ്തുലൂഹു എന്ന ആം റിപ്പോർട്ട് ചെയ്ത ഇബ്നു അബ്ബാസ് തങ്ങൾക്കവിടെ എതിരെ അഭിപ്രായം എന്താ? ഇന്നൽ മുർത്തദ്ദത ലാ തുഖ്തലൂ എന്നാണ്. ഇവിടെ ഇപ്പൊ മൻ ബദ്ദല ദീനഹു എന്ന് പറഞ്ഞ ആം റിപ്പോർട്ട് ചെയ്ത ഇബ്നു അബ്ബാസ് തങ്ങളാണ്. ഇബ്നു അബ്ബാസ് തങ്ങൾ ആ ആമിനെ റിപ്പോർട്ട് ചെയ്യേ ഇബ്നു അബ്ബാസ് തങ്ങൾ ഖൗല് ഇപ്പൊ ഇവിടെ എന്താ വേറെ ഇതിനെതിരെയുള്ള ഖൗല് ഇന്നൽ മുർത്തദ്ദത ലാ തുഖ്തലൂ എന്നാണ്. ഇതിപ്പോ മൂപ്പര് അതിന് നേരെ എതിരുള്ളൊരു മദ്ഹബ് മൂപ്പർക്ക് അതാണ്. അത് സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഇങ്ങനെ ഈ ഒരു മദ്ഹബ് കൊണ്ട് മൻ ബദ്ദല ദീനഹു ഫഖ്തുലൂ എന്ന് പറഞ്ഞ ആ മന്നിനെ ആമിനെ തഖ്സീസാക്കൂല. ഖീലക്കാര അഭിപ്രായ പ്രകാരം തഖ്സീസൊക്കെ പറ്റും. വയഹ്തമിലു, ഇവിടെ വേറൊരു സാധ്യതയുണ്ട്. എന്താണ്? അന്നഹു ഇബ്നു അബ്ബാസ് തങ്ങള് കാനായറ, ബഹുമാനപ്പെട്ടവർ അഭിപ്രായപ്പെടുന്നു, അന്ന മരി ഷർത്തിയത്ത, നിശ്ചയമായിട്ടും ഷർത്തിയായ മന്ന് ലാ തതനാവലുൽ മുഅന്നസ, അത് മുഅന്നസിനെ ഉൾപ്പെടുത്തൂല. അങ്ങനെ അഭിപ്രായം പെട്ടതാവാലോ ഇബ്നു അബ്ബാസ് തങ്ങള്. ആ നിലക്ക് ഇന്നൽ മുർത്തദ്ദത ലാ തുഖ്തലു എന്ന് പറയാലോ. അപ്പൊ പിന്നെ മൻ എന്നതിൽ ആര് മാത്രമേ ഉള്ളൂ? റിജാല് മാത്രമേ ഉള്ളൂ, നിസാ ഇല്ല. അങ്ങനെയും വരാം. കമാ ഹുവ ഖൗലും തഖദ്ദമ, മുമ്പ് അങ്ങനെ ഖൗല് പറഞ്ഞതുപോലെ എന്ന്. അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ നിലപാട്. അപ്പോ ചുരുക്കം പറഞ്ഞാൽ നമ്മളെ അസഖ് പ്രകാരം ആമിനെ റിപ്പോർട്ട് ചെയ്ത ആള് സ്വഹാബിയാണെങ്കിൽ പോലും അതിനെതിരുള്ള മദ്ഹബാണ് അയാൾക്കെങ്കിൽ ആ സ്വഹാബിയുടെ ആ മദ്ഹബ് ആമിനെ തഖ്സീസാക്കൂല എന്നുള്ളോർത്താ നിൽക്കുന്നത്. ഇനി വല്ലസഖു, ബലപ്പെട്ട അഭിപ്രായം, ഇന്ദുക്കിറ ബഅദു അഫ്റാദിൽ ആമി, ഒരു ആമിന്റെ ചില അഫ്റാദുകളെ പറഞ്ഞു. ബിഹുക്മിൽ ആമി, ആമിന്റെ വിധിയാണ് ഉള്ളത്. ആമിന്റെ വിധി കൊണ്ട് ആമിന്റെ ചില അഫ്റാദിനെ പറയപ്പെട്ടു. എന്നാലോ ലാ യുഖസ്സിസുൽ ആമ, ആ ബഅദുൽ അഫ്റാദിനോട് പറഞ്ഞു എന്ന നിലക്ക് ആമിനെ തഖ്സീസാക്കോ ഇല്ല, ഔ ഇല്ല എന്നതാണ്. വഖീല, പറയപ്പെട്ടിട്ടുണ്ട്, യുഖസ്സിസു, തഖ്സീസാക്കും എന്ന് പറഞ്ഞാൽ യഖ്സുറു അലാ ദാലിക്കൽ ബഅദ് ബിമഫ്ഹൂമിഹി എന്ന ആ ബഅദിന്റെ മേലിൽ ഈ ആമിനെ ചുരുക്കും. എന്തുകൊണ്ട്? ബിമഫ്ഹൂമിഹി, അതിന്റെ മഫ്ഹൂം മായനുണ്ടല്ലോ, മായന കൊണ്ട് അങ്ങ് ചുരുക്കും എന്നാ പറഞ്ഞത്. കാരണം ഇതില്ല ഫായിദത്താലി ദിക്രിഹി ഇല്ലാ ദാലിക, ഒരാമുണ്ടായിരിക്കെ ആ ആമിന്റെ വിധി കൊണ്ട്, ആമിന്റെ ഭാരതം മുഴുവൻ വരുന്ന വിധിയല്ലേ, അതിൽ നിന്ന് ബാല് പറഞ്ഞു. ആ ബാല് ഇവിടെ പറഞ്ഞത് എന്തിനാ? ആ മഫ്ഹൂം കൊണ്ട് ആ ബാലിന്റെ മേലിൽ ആമിനെ ചുരുക്കുകയല്ല. പിന്നെ എന്തിനാണ് പറഞ്ഞത്? അപ്പൊ തഖ്സീസ് ഉണ്ട്, അതിനെ പറഞ്ഞത് എന്നാ. അത് മഫ്ഹൂം കൊണ്ടാണ് നടത്തും. അപ്പൊ കൊല്ല നമ്മളതിന് മറുപടി പറയുന്നു, മഫ്ഹൂമുൽ ലഖബി, ലഖബിന്റെ മഫ്ഹൂം ഇവിടെ ബാല് പറഞ്ഞ ലഖബായിരിക്കും. ആ ലഖബിനോട് മഫ്ഹൂം ഉണ്ടല്ലോ, അത് ലൈസ ബി ഹുജ്ജത്തിൻ, അത് ഹുജ്ജത്തല്ല, അവിടെ ആമന്നെ ഹുജ്ജത്ത് എന്നർത്ഥം. പിന്നെ ഇവിടെ എന്തിനെ ബാദിനെ പറഞ്ഞെന്നല്ലേ, ആമിന്റെ ബാദുൽ അഫ്രാദിനെ പറഞ്ഞത്. ഫായിദത്തു ദിക്രിൽ ബാദി, ഇവിടെ ബാദിനെ പറഞ്ഞതിന്റെ ഫലം നഫി ഇഹ്തിമാലി തഖ്സീസ് മിനൽ ആമി,
ആമിൽ നിന്ന് ഇതിനെ പുറപ്പെടുവിക്കുവാൻ എഹ്തിമാൽ ഇല്ല. അത് പെടും, ആമിൽ ഇത് പെടും. അല്ലാതെ അതിൽ നിന്ന് ഇതിനെ പുറപ്പെടുവിക്കുന്ന ഒരു വകുപ്പ് അവിടെ ഇല്ല, അങ്ങനെ സാധ്യതയില്ല എന്ന് അറിയിക്കാനാണ്. മിസാലു, ഉദാഹരണം പറയാം. അൽഹംദുലില്ലാഹ്. എന്താ ഉദാഹരണം അറിയോ? ഹദീസ് തുർമുദി വഗൈരിഹി, തുർമുദി ഇമാമിന്റെയും അല്ലാത്തവരുടെയും ഹദീസ് ഉണ്ട് ഇവിടെ. എന്താ ഹദീസ്? അയ്യുമായിഹാബിൻ ദുബിഅ ഫഖദ് തഹുറ എന്ന, ഏതൊരു തോലും ഊറക്കിട്ട് കഴിഞ്ഞാൽ അത് ശുദ്ധിയായി എന്നാണ്. ഇതിപ്പോ ആമ്മ. ഇനി ഇവിടെ മാ ഹദീസ് മുസ്ലിമിൻ, മുസ്ലിം റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്ത ഹദീസോട് കൂടിയാണ് തുർമുദി ഇമാമിന്റെ ഹദീസ് പറയുന്നത്. എന്താ മുസ്ലിം ഇമാമിന്റെ ഹദീസ്? അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബി തങ്ങൾ നിശ്ചയം മറ നടന്നുപോയി, ബിഷാത്തിൻ മൈത്തത്തിൻ ചത്തതായ ഒരു ആടിന്റെ അരികിൽ കൂടെ നടന്നു. ഫഖാല, അപ്പ നബി തങ്ങൾ ചോദിച്ചു, അല്ലാ അഖതും ഇഹാബഹ, എന്താ ഇപ്പൊ ഈ ആട്ടിന്റെ തോല് നിങ്ങൾ എടുക്കാത്തത്? ഫദബതുമൂഹു, എന്നിട്ട് ആ തോലിനെ നിങ്ങൾ എന്താ ഉറക്കിടാത്തത്? പന്തഫഅതും ബിഹി, എന്താ നിങ്ങൾ ആ തോല് കൊണ്ട് ഉപകാരം ചെയ്യാത്തത് എന്നാണ്. അപ്പൊ സ്വഹാബാക്കൾ പറഞ്ഞു, ഇന്നഹ മൈത്തത്തു നബി, അത് ചത്ത ആടല്ലേ എന്നാ. പിന്നെ എങ്ങനെ ഇപ്പൊ തോലൊക്കെ എടുക്കുക എന്ന സംശയം. അപ്പോൾ അവിടുന്ന് ഹബീബ നബി തങ്ങൾ കൊടുത്ത മറുപടി, ഇന്നമാ ഉരിമ അഖിലുഹ, ചത്തതിന്റെ തോലെടുക്കലല്ല തടഞ്ഞത്, പിന്നെ എന്താ, ചത്തതിന്റെ മാംസം തിന്നല ഹറാമാക്കിയിട്ടുള്ളൂ. തോലെടുക്കാം, അതെടുത്തിട്ട് ഊറക്കിടാം. ഇങ്ങനെയാണ് മുസ്ലിം റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഇവിടെ തുർമുദി ഇമാമും അല്ലാത്ത റിപ്പോർട്ട് ചെയ്തത് അയ്യുമ ഇഹാബിൻ ദുബിഅ ഫഖദ് തഹുറ എന്ന, ഇത് ആമ്മ. ഇവിടെ ഇന്നതിന്റെ തോല് എന്ന് പറഞ്ഞിട്ടില്ല, ആമ്മാണ് പറഞ്ഞത്. ആ ഇഹാബിന്റെ ആമിന്റെ ഒരു ഫർദാണ് മുസ്ലിം റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിലുള്ളത്. ബിഷാത്തി മൈത്തത്തിന് ഷാത്ത്. അപ്പോ അസഹ് പ്രകാരം ഈ ഷാത്ത് എന്നിവിടെ പറഞ്ഞു, ബഅല് പറഞ്ഞാൽ ആമിനെ ഇതുകൊണ്ട് തഖ്സീസാക്കണമെന്നല്ല ഇല്ല. ഇവിടെ തീരപ്രകാരം പറ്റും. കാരണം അങ്ങനെ തഖ്സീസാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിവിടെ പറഞ്ഞത് എന്നാണ്. അതിന് നമ്മൾ മറുപടിയും പറഞ്ഞു, അങ്ങനെയല്ല. അയ്യുമായി ഹാബിൻ എന്ന് പറയുന്ന ആമിൽ നിന്ന് ബിഷാത്തിൻ മൈത്തത്തി എന്ന് പറയുന്ന ബഅദുൽ അഫ്റാദ് ഇവിടെ പറഞ്ഞെങ്കിലും അത് അതിന് പുറത്തു പോവില്ല, അതും പെടും അതിൽ എന്നുള്ളതാ. അപ്പൊ ഇവിടെ ആമിനെ തഖ്സീസാക്കൽ ഇല്ല. മഫ്ഹൂം കൊണ്ടാണ് തഖ്സീസാക്കിയെന്ന് പറഞ്ഞല്ലോ ബഅദിലെ. മഫ്ഹൂം എടുത്തിട്ടാണ് നിങ്ങൾ ആമിനെ തഖ്സീസാക്കുന്നെന്ന് പറഞ്ഞു. അത് ശരിയല്ല എന്നും നമ്മൾ പറഞ്ഞു. ഇനി ഇവിടെ വേറൊന്ന് മനസ്സിലാക്കാം, ലഫ്ളിയായ വ്യത്യാസങ്ങളും ഉണ്ട്. വറവാ മുസ്ലിം റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അൽ അവൽ, ആദ്യത്തേതായ പദത്തെ ബിൽ ഇദാ ദുബിഅൽ ഇഹാബു വഖത് തഹുറാന. തുർമുദി ഇമാം റിപ്പോർട്ട് ചെയ്തത് അയ്യുമ ഇഹാബിൻ എന്ന. ഇമാം മുസ്ലിം റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണും ഇദാ ദുബിഅൽ ഇഹാബു വഖത് തഹുറ. എങ്കിൽ ബുഖാരി ഇമാം രണ്ടാമത്തെ ഹദീസ് റിപ്പോർട്ട് ചെയ്തതോ, രണ്ടാമത്തെ ഹദീസ് എന്താ ഇവിടെ ഉള്ളത്? ബഹുമാനപ്പെട്ട മുസ്ലിം റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്ത ഹദീസില് മറ ബിഷാത്തിൻ മൈത്തത്തിൻ എന്ന് പറഞ്ഞ അങ്ങനെ പോയിട്ട് പറഞ്ഞുകൊടുത്ത് ബഹുമാനപ്പെട്ട ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണുന്നത് ബിലവതി അല്ലസ്തം താഴ്ത്തും ബിഹാബിഹ എന്നാണ്. അല്ലസ്തം താഴ്ത്തും ബിഹാബിഹ, അവസാനം വരെ ഹദീസ് അങ്ങനെയുള്ളത്. ഇവിടെ ചോദിച്ചത് എന്താണ്? ഇവിടെ പറഞ്ഞത് അവിടെ നടന്നത് അല്ലാ അഹത്തും ഇഹാബഹ എന്നുള്ളടത്ത് ഹല്ലസ്തം താഴ്ത്തും ബിഹാബിഹ എന്നാ ചോദിച്ചത്. ഇനി മുസ്ലിം റളിയല്ലാഹു അൻഹുവിനും ഇതുപോലെയുണ്ട്. ഇത് ലഫ്ളിയായ വ്യത്യാസം കൊണ്ട് പറഞ്ഞതാ. അപ്പൊ ആകത്തുക ആമിന്റെ ഒരു ഫർദ് ഇവിടെ പറഞ്ഞു, അതുകൊണ്ട് ആമിനെ തഖ്സീസാക്കാന്നുള്ള വകുപ്പില്ല എന്നാണ്. വല്ലസഹു, ബലപ്പെട്ട അഭിപ്രായം അസഹ് പ്രകാരം അന്നൽ ആദത്ത പതിവ് ബിതർക്കി ബഅദിൽ മഅമൂരി ബിഹി,
ചെയ്യാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ട ചിലതിനെ ഉപേക്ഷിക്കൽ കൊണ്ടാണ് ആദത്ത്. ഔ ബി ഫിഇ ബഅദിൽ മൻഹി അൻഹു, അല്ലെങ്കിൽ വിരോധിക്കപ്പെട്ടതായിരിക്കും ചിലത്, അതിനെ പ്രവർത്തിച്ചുകൊണ്ടാണ് ആദത്ത്. ഒഴിവാക്കാൻ പറഞ്ഞതിനെ എടുത്തിട്ടും എടുക്കാൻ പറഞ്ഞതിനെ ഒഴിവാക്കിയിട്ടും ഇങ്ങനെ ഒരു ആദത്ത് വന്നാൽ അതെന്തുകൊണ്ടാ വന്നിട്ടുള്ളത്? ബി സിയഅത്തിൽ ഉമൂമി, ഉമൂമിന്റെ സിയ കൊണ്ടാണ് ഈ പറഞ്ഞ ആദത്തൊക്കെ വരുന്നത്. ഉമൂമിന്റെ സിയയാണ് ഉള്ളത്. അങ്ങനെ ഉണ്ടായിരിക്കെ ആ ഉമൂമിൽ നിന്ന് ചിലത് ചെയ്യാൻ പറഞ്ഞത് ഒഴിവാക്കി, ചിലത് ഒഴിവാക്കാൻ പറഞ്ഞ് പ്രവർത്തിച്ചു. ഇങ്ങനെ ചെയ്താൽ ഈ ആമിനെ തഖ്സീസാക്കോ ഇല്ലേന? തുഖസ്സിസുൽ ആമ, ആ ആമിനെ തഖ്സീസാക്കും ആദത്ത് എന്ന അസഖ്. അതായത് തഖ്സുറുഹു അലാമ അദൽ മുത്റക അവിൽ മഖ്ഊല, അങ്ങനെയാ ആമിനെ തഖ്സീസാക്കുന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഇവിടെ ഉപേക്ഷിക്കപ്പെടാത്ത ഒന്നുണ്ടല്ലോ, അതിന്റെ മേൽ ഈ ആമിനെ തഖ്സീസാ. ചുരുക്കം ഇവിടെ പ്രവർത്തിക്കപ്പെടാത്തതുണ്ടല്ലോ, അതിന്റെ മേൽ. പ്രവർത്തിക്കപ്പെട്ടതല്ല, പ്രവർത്തിക്കപ്പെടാത്തത്. അപ്പൊ പ്രവർത്തിക്കപ്പെടാത്തതോ അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെടാത്തതോ ഉണ്ട്, അതിന്റെ മേലായിരിക്കും തഖ്സീസാക്കുക. അത് തന്നെ എങ്ങനെ വേണം? നിബന്ധനയുണ്ട്. ഇൻ അഖറഹൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി തങ്ങൾ ആ ആദത്ത് അംഗീകരിക്കണം. എങ്ങനെ നബി അംഗീകരിക്കലെന്നല്ലേ? ബിഅൻകാനത്ത് ബി സമാനിഹി, അത് ഹബീബാൻ ഇവിടെ കാലത്ത് ഉണ്ടാവണം ആ ആദത്ത്. അലിമ ബിഹ, ആ ആദത്ത് കൊണ്ട് നബി അറിയണം. അറിഞ്ഞാലും പോരാ, ഉണ്ടായാലും പോരാ. വലം യുങ്കിറുഹ, നബി തങ്ങൾ അത് വെറുക്കാതിരിക്കുകയും തടയാതിരിക്കുകയും വേണം. ഇങ്ങനെ വന്നാൽ ആദത്ത് തഖ്സീസാക്കും. ഒന്നിരിക്കൽ അങ്ങനെയാവാം, അല്ലെങ്കിൽ ഇജ്മാവും. ഇജ്മാ അംഗീകരിക്കാം. ഇജ്മാ അംഗീകരിക്കലിപ്പോ എങ്ങനെയാന്ന് ചോദിച്ചാൽ നാസു, ഒരു പറ്റം ജനങ്ങൾ ചെയ്യുക, മിൻ വൈരി ഇൻകാരിൻ അലൈഹിം, ആരും അവിടെ മേൽ ഇൻകാർ ചെയ്തിട്ടില്ല, എല്ലാവരും ചെയ്തു, ആരും അതിനെ എതിർത്തിട്ടില്ല. ആ രൂപത്തിൽ വരുമ്പോ ഇജ്മാ ആയി. ഈ ഇജ്മാ അംഗീകരിക്കണം, അല്ലെങ്കിൽ നബിയുടെ അംഗീകാരമാണ്, എന്നെങ്കിൽ ഈ ആദത്ത് ആമിനെ തഖ്സീസാക്കുകയുള്ളൂ എന്നാണ്. എന്നാൽ വൽ മുഖസ്സിസു ബിൽ ഹഖീഖത്തി, യഥാർത്ഥത്തിൽ ഇവിടെ തഖ്സീസാക്കുന്നത് ആരാണ് തഖ്സീസാക്കിയത്? ഇപ്പോ ആ ആദത്താണോ? അല്ല, യഥാർത്ഥത്തിൽ തഖ്സീസാക്കുന്നത് അത്തഖ്രീറു, നബിന്റെ അംഗീകാരം, അല്ലെങ്കിൽ ഇജ്മാഉൽ ഫഈലിയു, ആരും നിഷേധിക്കാതെ എല്ലാവരും പ്രവർത്തിച്ച ഇജ്മാഉൽ ഫഈലിയായ ഇജ്മാ. ഇതാണ് ബിഖിലാഫി മാ ലൈസത്ത് കദാലിക, ആദത്ത് ഈ പറഞ്ഞത് പോലെ ആവാത്തതിനെതിരെ. അങ്ങനെ ആയിട്ടില്ലെങ്കിൽ പറ്റൂല. അതേതുപോലെ കഅല്ലം തകും ബി സമാനി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി തങ്ങളുടെ കാലത്ത് തീരെ അതുണ്ടായില്ല ആദത്ത്. വലം യുജ്മു അലൈഹ, അല്ലെങ്കിൽ നബി തങ്ങളുടെ കാലശേഷം അതിന്റെ മേലിൽ ഇജ്മാ ഒരു പ്രവൃത്തി ഉണ്ടായില്ല. ഇങ്ങനെ വരുമ്പോഴാണ് ആദത്ത് അതുപോലെ അല്ല എന്ന് പറയുന്നത്. അതാൽ അല്ലാത്തതിനെതിരെ എന്നാണ്. അതെന്താ കാരണം അങ്ങനെ പറയണത്? അന്ന ഫീലൻ നാസി ലൈസ ബിഹുജ്ജത്തിൻ ബിശ്ശറഇ, ജനങ്ങളുടെ പ്രവൃത്തി എന്താകൂല? ശറയിൽ ഹുജ്ജത്തല്ല, ഇജ്മാആയി വരണം, നേരെ ഹുജ്ജത്താവുള്ളൂ, അല്ലെങ്കിൽ നബി അംഗീകരിക്കണം. വഹദ, ഈ അസക്ക് മുസ്ലി പറഞ്ഞല്ലോ, ഇത് തവസ്സുത്തുൽ ഇമാമി റാസി വമൻ തബിഅഹു, ഇമാം റാസിക്കും ഇമാം റാസിയോട് തുടർന്ന് വന്ന ആളുകൾക്കും ഒരു മധ്യമായ ഒരു നിലപാടാണ് ഈ പറഞ്ഞത്. എന്തിന്റെ ഇടയില്? ബൈന ഇത്ലാഖി ബഅദിഹിം തഖ്സീസ, ചില ആളുകൾ പറഞ്ഞു തഖ്സീസ് ഇത്ലാഖാണ്, അവിടെ കൈതുമില്ല. അതുപോലെ പറയുന്നത് നളറൻ ഇല അന്നഹ ഇജ്മാഉൻ ഫഈലിയൻ, അതുപോലെ പറയുന്നത് ആ ആദത്ത് പ്രവർത്തിയാലുള്ള ഇജ്മാ അല്ലേ, അതിലേക്ക് നോക്കുമ്പോ ഈ തഖ്സീസാക്ക് ഒരു കൈത് വേണ്ടല്ലോ എന്ന്. അങ്ങനെ ആക്കുന്നതിനിടയിലും വബഅദിഹിം അദ്മ, ചില ആളുകള് തഖ്സീസ് ഇല്ല എന്ന് പറഞ്ഞതിന്റെയും ഇടയിൽ മധ്യമായ ഒരു നിലപാടാണ് പി വിശദീകരിച്ചത്. ഓലി ഇല്ല എന്ന് പറയാൻ കാരണം നളറൻ ഇല അന്ന ഫീലൻ നാസി ലൈസ ബിഹുജ്ജ, ജനങ്ങൾ പ്രവർത്തിച്ചു എന്നത് ഹുജ്ജത്തല്ല, അപ്പൊ അതുകൊണ്ട് അതിലേക്ക് നോക്കുമ്പോൾ തഖ്സീസും ഇല്ല എന്ന്. ഇങ്ങനെയൊക്കെയാണ് ഈ വിഷയങ്ങൾ. ഇനിവൽ അസഹു, അസഹ് അന്നൽ ആമ്മ ലാ യഖ്സറു അലൽ മുഅ്താദ്, ആമിനെ മുഅ്താദിന്റെ മേലിൽ കസറാക്കപ്പെടുമോ ഇല്ലേ? പതിവ് കഴിഞ്ഞതും പതിവാക്കപ്പെട്ടതാണ്, അതിന്റെ മേലിൽ ഈ ആമിനെ കസറാക്കാൻ പറ്റുമോ ഇല്ലേ എന്ന്.
ഇല്ല. വല അലാമ വറാഹു, ആ മുഅ്താദിന്റെ അപ്പുറത്തുള്ള മേലും എന്താക്കാൻ പറ്റൂല, ഇസ്റാക്കാൻ പറ്റൂല ആമിനെ. പിന്നെന്താ ചെയ്യാ? ബൽ തുത്റഹു ലഹു ലിൽ ആമി ഫിസ്സാനി അൽ ആദത്തു സാബിഖത്തു അലൈ, ഇതിനേക്കാൾ മുമ്പ് പറഞ്ഞ ആദത്തുണ്ടല്ലോ, ആ ആദത്ത് രണ്ടാമത്തേതിൽ ആമിന് വേണ്ടി ഒഴിവാക്കപ്പെടും. അപ്പൊ ആമിന് വേണ്ടിയിട്ട് രണ്ടാമത്തിൽ പറഞ്ഞ ആ ആദത്ത് എടുത്തിടും. അങ്ങനെയാണ് ചെയ്യുക. ഫയജ്രി അലാ ഉമൂമി ഫിൽ ഖിസ്മൈനി, രണ്ട് ഓഹരിയിലും ആ ആമ് അതിന്റെ ഉമൂമിന്റെ മേൽ നടക്കും. വഖീല പറയപ്പെടുന്നുണ്ട് യുഖ്സറു അലാമാ ദുകിറ, പറയപ്പെട്ടത് ഇവിടെ എന്താണോ അതിന്റെ മേൽ കസ്റാക്കപ്പെടും, ചുരുക്കപ്പെടും എന്നുണ്ട്. രണ്ട് കിസ്മല്ലേ പറഞ്ഞത്? അൽ അവ്വലു, ആദ്യത്തെ കിസ്മ നോക്കാം. രണ്ട് കിസ്മിലും ഉമൂമിന്റെ മേൽ നടക്കുന്നല്ലേ പറഞ്ഞത്? അല്ല, ആദ്യത്തെ കിസ്മ നോക്കാം. കമാ ലൗകാന ആദത്തുഹും, ജനങ്ങളുടെ തനാവുൽ ബിർറാണ്. ജനങ്ങളുടെ പതിവ് തനാവുൽ ബിർറ്, തനാവുൽ ബുർറ്, ഗോതമ്പത്തിന് ഉപയോഗിക്കലാണ് പതിവ്. അങ്ങനെ ഉപയോഗിച്ചു പോകുന്ന ഒരു പതിവുണ്ടായപ്പോ സുമ്മ നുഹിയ അംബൈഇ ത്വആമി ബിജിൻസിഹി മുതഫാദില, പിന്നീട് തടയപ്പെട്ടു. എന്ത്? ഭക്ഷണത്തിന് അതിന്റെ ജിൻസിന് പകരം ഏറ്റ വ്യത്യാസമായി വിൽക്കുന്നതിനെ തടയപ്പെട്ടു. ഇവിടെ ബൈഉ ത്വആമി ബിജിൻസിഹി മുതഫാദിൽ, ഇവിടെ ത്വആമ് എന്നാ. ഈ ത്വആമ് ആമാണ്. ഈ ത്വആമ് ആമായിരിക്കെ ഈ ആമിനെ വല പതിവായി വന്നത് ബുറാണ്. അതിമ ചുരുക്കിയിട്ട് പറയോ? ഇല്ല, ഇല്ല, അതിമ ചുരുക്കൂല, അത് ഒഴിവാക്കും. അപ്പൊ ആമ് അതിന്റെ വൈക്കന്നെ പോവും. ഫഖീല പറയപ്പെട്ടിട്ടുണ്ട് യുക്സറു ത്വആമു അലൽ ബിർറിൽ മുഅ്താദ്, ഇവിടെ പതിവായി ഉപയോഗിക്കപ്പെടുന്ന ബുറല്ലേ, ആ ബുറിന്റെ മേൽ ത്വആമിനെ ചുരുക്കും എന്ന് പറയപ്പെട്ടു. ഇനി രണ്ടാമത്തെ ഓരിയതാ കമാ ലൗ കാന ആദത്തുഹും ബൈഅൽ ബുർരി ബിൽ ബുർരി മുതഫാദില എന്ന. എന്താണ്? ബുറിന് പകരം ഏറ്റ വ്യത്യാസമായിട്ട് വിൽക്കുക എന്നുള്ളതാണ് അവിടെ മുഅ്താദ്. അപ്പൊ എന്ത് ചെയ്തു? ആ മുഅ്താദ് അവിടെ പറഞ്ഞപ്പോ സുമ്മ നുഹിയ അൻ ബൈഇ ത്വആമി ബിജിൻസി മുതഫാദില എന്ന്. അപ്പൊ ത്വആമിനെ അതിന്റെ ജിൻസിന് പകരം ഏറ്റ വ്യത്യാസമായി വിൽക്കാൻ പാടില്ല എന്ന് നഹി വന്നു. ഇവിടെ ഉള്ള ആദത്തെന്താ? ബുർറ് ബിൽ ബുർറ് എന്നാ. ബുർറ് ബിൽ ബുർറ് എന്ന് പറയുന്ന ആ മുഅ്താദിന്റെ മേലില് ത്വആമിനെ ചുരുക്കുക എന്നുള്ളത് ഇവിടെ വൈറു മുഅ്താദ്, ആ വൈറു മുഅ്താദിന്റെ മേൽ ചുരുക്കപ്പെടുന്ന. അപ്പൊ വൈറു മുഅ്താദ് ആയ ബിർറ് അല്ലാത്തത്. ഫഖീല യുഖ്സറു ത്വആമു, ഈ ത്വആമിന് ഇവിടെ ആമല്ലേ അതിന് ചുരുക്കപ്പെടും. അലാ ഗൈറിൽ ബുർറിൽ മുഅ്താദ്, മുഅ്താദ് പതിവായി ഉള്ള ബുറുണ്ട് ഇവിടെ, ആ ബുറ് അല്ലാത്തതിന്റെ മേലിൽ എന്താക്കപ്പെടും? ത്വആമിനെ ചുരുക്കപ്പെടും. അങ്ങനെയില്ല. അത്വആമു എന്ന് പറഞ്ഞ ത്വആമ് ആമായിട്ട് അവിടെ നടക്കും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ തഖ്സീസാക്കുന്ന വിഷയത്തിലുള്ള വകുപ്പുകൾ. പാകത്തുക എന്ത് പറഞ്ഞു? റാവി, ആമിനെ റിപ്പോർട്ട് ചെയ്ത റാവി, ആ റാവിന്റെ മദ്ഹബ് ആ റിപ്പോർട്ട് ചെയ്ത ആമിനെതിരാണെങ്കിൽ ആ മദ്ഹബ് ആമിനെ തഖ്സീസാക്കൂലാവുന്നേ. പിന്നെ പറഞ്ഞത് ചില അഫ്റാദുകളെ ആമിന്റെ വിധി പ്രകാരം പറഞ്ഞാൽ ആ അഫ്റാദുകൾ ആ ആമിനെ തഖ്സീസാക്കുമോ? ഇല്ല, അതും തഖ്സീസ് ഇല്ല. പിന്നെ ഒരു ആദത്തുണ്ട്, മഅ്മൂറുൻ ബിഹിനെ ഒഴിവാക്കി മൻഹിയുൻ അൻഹിനെ എടുത്തു. ഇങ്ങനെയുള്ള ബാധകൾ ചില ബാധത്തും ഉണ്ടാവും. അങ്ങനെ വന്നാൽ അതെന്താക്കും? ആമിനെ തഖ്സീസാക്കും എന്ന് പറയുന്നു. അത് തന്നെ നബിന്റെ അംഗീകാരം ഉണ്ടാവണം, അല്ലെങ്കിൽ ഇജ്മാ ഉണ്ടാവണം, എന്നെങ്കിലേ അംഗീകരിക്കുകയുള്ളൂ. പിന്നെ പറഞ്ഞ അസഖ് ആമ് മുഅ്താദിന്റെ മേലിൽ ചുരുക്കപ്പെടുകയില്ല. പിന്നെ എന്തു ചെയ്യും? രണ്ടാമത്തേതിൽ ആമിന് വേണ്ടി മുമ്പ് പറഞ്ഞ ആദത്ത് ഒഴിവാക്കപ്പെടുകയും ആമിനെ പോലെ അങ്ങനെ നടത്തുകയും ചെയ്യുമെന്നാണ് നാഗത്തുക പറഞ്ഞത്. അങ്ങനെ 17ാമത്തെ ക്ലാസ്
ഇവിടെ സമാപിക്കുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കി പിന്നെ തുടരാം. അള്ളാഹു ഇതെല്ലാം നമ്മിൽ ഖബൂൽ ചെയ്യട്ടെ. ഇതിലുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് മാപ്പാക്കി തരട്ടെ. നാഫിയായ ഇൽമ് അള്ളാഹ് പ്രദാനം ചെയ്യട്ടെ. ഹക്ക് ഹക്കായി കാണുവാനും മനസ്സിലാക്കുവാനും റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് ചെയ്യട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ജംഉൽ ജവാമിഅയുടെ ഗ്രൂപ്പിലെ പണ്ഡിതരെ, സഹപാഠികളെ, സുഹൃത്തുക്കളെ, നമ്മുടെ 18ാമത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. അൽഅസഹു അസഹായ അഭിപ്രായം അന്ന നഹവ ഖൗലി സ്വഹാബിയുടെ ഖൗല് പോലോത്തത്. എന്താ ഖൗല്? അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖളാ ബിശുഫഅത്തി ലിൽ ജാർ. ഈ ഖളാ ബിശുഫഅത്തി ലിൽ ജാർ എന്ന് പറയുന്ന ഈ വാക്ക് ഖാലൽ മുസന്നിഫ് പറയുന്നു കഗൈരിഹി മിനൽ മുഹദ്ദിസീന, മറ്റു ഹദീസിന്റെ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ തന്നെ മുസന്നിഫ് പറയുന്നു. ഇത് അറിയപ്പെടാത്തൊരു പദമാണ്. ഖളാ ബിശുഫഅത്തിൽ ജാർ എന്നല്ലേ. അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖളാ ബിശുഫഅത്തിൽ ജാർ എന്നാ പറഞ്ഞത്. ഈ ഒരു വാക്ക് സ്വഹാബിയാണ്. വയഖ്റു മിൻഹു, ഇതിനോട് അടുത്തു വരും മാ റവാഹു നസായി വൽ ഹസൻ എന്നവരെ തൊട്ട് നസായി റളിയല്ലാഹു അൻഹുമ റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണാം. എന്താ? ഖാലൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിൽ ജിവാർ എന്നും കാണാം. ഇങ്ങനെയുള്ള പദങ്ങൾ മുർസലുൻ, ഈ പറഞ്ഞത് മുർസലായ ഹദീസാണ് കൂട്ടാം. എന്തോ ആവട്ടെ, ഇങ്ങനെ ഒരു സഹായി പറഞ്ഞു കഴിഞ്ഞാൽ ലാ യഅമ്മു, അത് ആമാക്കൂല. എന്താ? കുല്ല ജാരിൻ വനഹവ, എല്ലാ ജാറിനെയോ അതുപോലത്തൊന്നും ഇവിടെ ആമാക്കി കൊണ്ടുവരികയില്ല സ്വഹാബി ഈ പറയുന്ന വാക്ക്. വിഫാഖലിൽ അക്സർ, അധിക പണ്ഡിതന്മാരും ഇങ്ങനെയാണ്, അവരോട് യോജിച്ചിട്ടാണ് ഇപ്പൊ ഈ പറഞ്ഞത്. അപ്പോ ഈ വിഫാഖ് ഉണ്ടാകുമ്പോൾ അക്സറിന് എതിരുണ്ട് ഇവിടെ. കീലക്കാര് പറയുന്നു യഅമ്മുദാലിക, അത് ഉൾപ്പെടുത്തും, എല്ലാ ജാറിനെയും ഉൾപ്പെടുത്തും സ്വഹാബിയുടെ വാക്ക് എന്ന. അവര് പറയുന്ന ന്യായം അന്ന ഖായിലഹു, ഈ പറഞ്ഞ വാക്ക് ആരാ? അദ്ലുൻ, ഒരു നീതിമാനല്ലേ. ആരിഫും ബിൽ ലുഗത്തി, ഭാഷ കൊണ്ട് അറിയുന്ന ആളല്ലേ. വൽ മഅന, ആശയവും, അപ്പൊ അർത്ഥവും ഭാഷയ്ക്ക് അറിയുന്ന നീതിമാനായ ഒരാളാണല്ലോ ഈ ഖായില്, സ്വഹാബിയല്ലേ. അപ്പൊ നമുക്കത് അംഗീകരിക്കാം. അപ്പൊ അത് ആമാക്കും എന്നാണ് പറയുന്നത് കീലക്കാര്. വലൗലാ ളുഹൂറു ഉമൂമിൽ ഹുക്മി മിമ്മാ സദറ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി തങ്ങളെ തൊട്ട് ഉണ്ടായതായ ഒരു വിധി, ആ വിധിയുടെ ഉമൂം ഇവിടെ വെളിപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ലം യഅതി ഹുവ ഫിൽ ഹികായത്തി ലഹു ബിലഫ്ളിൻ ആമിൻ കൽ ജാർ, ജാർ പോലത്തെ ആമായ ഒരു പദം കൊണ്ട് ആ ഒരു ഉമൂമിനെ, ആ ഹുക്കുമിനെ ഹിക്കായത്ത് ചെയ്യുന്നതിൽ അത് വരില്ലല്ലോ. ഇവിടെ വന്നല്ലോ. അപ്പൊ വരുമ്പോ എന്ത് മനസ്സിലാക്കാം? ഇവിടെ ഉമൂമുണ്ട് എന്നല്ലേ എന്നാ. അതിന് മറുപടിയായിട്ട് ഇല്ല എന്നാ നമ്മൾ പറയാം. ളുഹൂറു ഉമൂമിൽ ഹുക്മി, ഇവിടെ ഹുക്കുമിന്റെ ഉമൂം വെളിവായി എന്നല്ലെങ്കിൽ പറയണ ആ വെളിപ്പെടൽ ബി ഹസ്ബി ളന്നിഹി, അത് ആ പറഞ്ഞ ആളുടെ ലന്നിന്റെ സ്ഥിതി അനുസരിച്ചുള്ളതാണ്, അല്ലാതെ നബി തങ്ങളിൽ നിന്ന് വെളിപ്പെട്ട് വന്നതല്ല. അപ്പൊ വല യൽസമുന ഇത്തിബാഹു ഫീദാലിക്ക, അത്തരമൊരു വിഷയത്തിൽ അങ്ങനെ പറയുന്ന ഒരാളോട് നമുക്ക് പിന്തുടരൽ നിർബന്ധമില്ല. അപ്പൊ ആമില്ല. വനഹവു ഖള എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഖൗലു അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ തങ്ങളെ വാക്ക്. എന്താ? അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ നഹാ അൻ ബൈഇൽ ഖുറൂർ, വഞ്ചനയുടെ വിൽപ്പനയെ തൊട്ട് നബി തങ്ങൾ തടഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് അബൂ ഹുറൈറ റളിയല്ലാഹു പറയും. ഈ വാക്കും അങ്ങനെ തന്നെയാണ്. ഇത് ഹദീസ് മുസ്ലിം റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണത്. ആമാവൂല, ആ പറഞ്ഞ ആ സംഭവം ഉണ്ടാവുള്ള രാമ വിടൂല എന്നാ പറയുന്നത്. ഫഖീല, അവിടെ അഭിപ്രായമുണ്ട്, യഅമ്മു പെടും, കുല്ലൽ ഖുററി, എല്ലാ ചതിയും ഉൾപ്പെടുത്തും ആ വാക്ക് എന്നാ. അവിടെ തീർന്നു തർക്കം, അങ്ങനെ കഴിഞ്ഞു. അക്സറും ഇല്ല എന്ന മസ്അലത്തുൻ, ഒരു മസ്അല, ജവാബു സായിരി, ചോദ്യകർത്താവിനോടുള്ള മറുപടി, വൈറുൽ മുസ്തഖില്ലി, എങ്ങനത്തെ ജവാബ് എന്നറിയാമോ? തനിച്ചു നിൽക്കാത്ത മറുപടി.
തനിച്ച് നിൽക്കാത്ത രൂപത്തിലുള്ള മറുപടി, ദൂനഹു സുആലിനെ കൂടാതെയുള്ള മറുപടി. സുആല് അവിടെ ഒരു ചോദ്യം നടത്തിയിട്ടുണ്ട്, എന്നിട്ട് ആ ചോദ്യകർത്താവിനൊരു മറുപടി കൊടുത്തു. മുസ്തഖില്ലാവാത്തൊരു മറുപടിയാ. ആ തനിച്ച് നിൽക്കാത്ത രൂപത്തിലുള്ളൊരു മറുപടി കൊടുത്തു. സുആൽ അവിടെ ഇല്ലതാനും. ഇങ്ങനെ വരികയാണ് എങ്കിൽ എന്താണ് ഈ ജവാബ്? താബിഉൽ സുആലി എന്ന ചോദ്യം എങ്ങനെ ഇരിക്കുമോ അതിനനുസരിച്ച് ഉത്തരവും തുടർന്നു വരും. ഫി ഉമൂമിഹി, ആ ജവാബിന്റെ ഉമൂമിൽ സുആലിനോട് തുടരും. അത് സുആലിന്റെ ഉമൂമാണോ എന്നാ ജവാബ് ഉമൂമായിട്ട് വരും. ഖുസൂസിഹി, സുആൽ ഖുസൂസാണോ ആ ജവാബ് ഖുസൂസായിട്ട് വരും. അതാണ് ഉമൂമിലും ഖുസൂസിലും സുആലിനോട് തുടർന്ന് വരും ജവാബ് എന്ന് പറയുന്നത്. രണ്ടിന് ഉദാഹരണം വേണ്ട. ഉമൂമ് ഹദീസ് തുർമദി വൈരിഹി, തുർമദി ഇമാം അല്ലാത്തവർ റിപ്പോർട്ട് ചെയ്ത ഹദീസാ നമുക്ക് പറയാനുള്ളത്. അന്നൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നിശ്ചയം നബി, സുഇല, നബിയോട് ചോദിക്കപ്പെട്ടു. ചോദ്യകർത്താവ് വേറൊരാളാണ്, നബിയോടാണ് ചോദിച്ചത്. അംബൈ റുത്ബി ബിത്തംദി, റുത്ബ് ബിത്തംദി, ഉണക്കക്കാരക്ക് പകരം പഴുക്കക്കാരെ വിൽക്കാൻ പറ്റുമോ ഇല്ലേ എന്ന ചോദ്യം. അപ്പോ നബി തങ്ങൾ ചോദിച്ചു, അയങ്കുസു റുത്ബു, റുത്തബ് പഴുക്കക്കാരക്ക ചുരുങ്ങുമോ ഇതാ യബിസ, ഉണങ്ങിയാൽ എന്നാ ചോദിച്ച് തിരിച്ചങ്ങോട്ട്. അപ്പൊ ഖാലു നഅം, അപ്പോൾ പറഞ്ഞു അതെ ചുരുങ്ങും എന്നാ. അപ്പൊ അതിന് മറുപടിയായിട്ട് നബി തങ്ങൾ പറഞ്ഞു ഫല, പറ്റൂല, ഇതൻ ആ സമയത്ത് എന്നാ, ആ സമയത്ത് പറ്റൂല എന്ന. ഇതിപ്പോ ഇവിടെ ഉഴമൂമായൊരു ചോദ്യം. എന്താ ഉഴമൂമ്? പഴുക്കക്കാരക്കയെ ഉണക്കക്കാരക്ക് പകരം വിൽക്കാൻ പറ്റുമോന്നാ ചോദിച്ചത്. ആ ചോദ്യം ഉഴമൂമാണ്, ഉഴമൂമാണ്. അപ്പോ അതിന് ഉത്തരം എന്താണ്? പറ്റൂല എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഈ ജവാബ് ചോദ്യം എങ്ങനെ ഇരിക്കുമോ അതിന് തുടർന്ന് വന്നതാ. അപ്പൊ ഇവിടെ ജവാബ് ആമാണ്. റുത്തുബിത്തംദീന, കാരക്കക്ക് പകരം റുത്തബിനെ വിൽക്കുക എന്ന പരിപാടി എല്ലാത്തിനെയും അത് ഉൾപ്പെടുത്തും. ആ മറുപടി അതെന്താ? സുആലെന്താണ്? ആമാണ്. അപ്പൊ ജവാബും എന്തായി? ആമായി. ഇനി ഖുസൂസ് കമാ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ. ആരോട്? ഖായില തവല്ലഉതു മിമ്മാഇൽ ബഹർ, സമുദ്ര വെള്ളത്തിൽ നിന്ന് ഞാൻ ഒന്നുണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞവരോട്, അയാളോട് നബി തങ്ങൾ പറഞ്ഞു. ഫഖാല, അപ്പൊ നബി തങ്ങൾ എന്താ പറഞ്ഞറി? ഇജ്സീക, അതെനിക്ക് മതി. ഫലാ യഉമ്മു ഗൈറഹു, ഇനി വേറൊന്നിനെ ഉൾപ്പെടുത്തൂല്ല. അത് ആ സമുദ്ര വെള്ളത്തിനെ കുറിച്ച് ചോദിച്ചു. അത് ഖാസായൊരു ചോദ്യം. അപ്പോ ജവാബ് എന്തായി? ഖാസായി വന്നു. ഇങ്ങനെയാ മുസ്തഖില്ലാവാത്ത ജവാബ് എന്നാ. വൽ മുസ്തഖില്ലു, ഇനി മുസ്തഖില്ലായ ജവാബ് ഉണ്ടാവും, തനിച്ചത്. ദൂര സുആലി, ചോദ്യം ഇല്ലാത്ത രീതിയിൽ തന്നെ മുസ്തഖില്ലായ ഒരു ജവാബ്. അൽ അഖസ്സു മിൻഹു, അത് ചോദ്യത്തിനേക്കാൾ എന്താണെന്നറിയാമോ? അഖസ്സാണ്. ചോദ്യത്തിനേക്കാൾ അഖസ്സായി നിൽക്കുന്ന മുസ്തഖില്ലായ ജവാബ് ജായിസുൻ, അത് പറ്റും. ഇദാ അംകനത്ത് മഅരിഫത്തുൽ മസ്കൂത്തി മിൻഹു, ഇവിടെ മുണ്ടാത്ത ഒന്നുണ്ട്, അതിനെ അറിയാൻ സൗകര്യമുണ്ടെങ്കിൽ അഖസ്സായ ഈ മുസ്തഖില്ലായ ജവാബ് പറ്റും. അതിന് ഉദാഹരണം കായ് യഖൂലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി തങ്ങൾ പറഞ്ഞു, മൻ ജാമഅ ഫീ നഹാരി റമളാന, പുണ്യമായിരിക്കുന്ന റമളാന്റെ പകലിൽ തന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട ഒരാളോട് ഫഅലൈഹി, അവന്റെ മേൽ നിർബന്ധമാണ്, കഫാറത്തുൻ, പ്രായശ്ചിത്തം കൊടുക്കണം, കൽ മുലാഹിരി ഫി ജവാബി മൻ അഫ്തറ ഫി നഹാരിഹി റമളാന, പുണ്യമായിരിക്കുന്ന റമളാ മാസത്തിന്റെ പകരം നോമ്പ് മുറിച്ച ആളുകൾക്കുള്ള മറുപടിയിൽ ഫഅലൈഹി, അവിടെ നബി തങ്ങൾ പറഞ്ഞു പുണ്യമായിരിക്കുന്ന റമളാന്റെ പകൽ നോമ്പ് മുറിച്ചാൽ അവന്റെ മേലില് കഫാറത്തുണ്ട്. ഏതുപോലെ? കല്ലിഹാരി, ലിഹാറ് പോലെ. ഫി ജവാബി മാ അലയ്യ അലാ മൻ ജാമ ഫി നഹാരി റമളാന, പുണ്യമായിരിക്കുന്ന റമളാന്റെ പകലിൽ ഭാര്യയുമായി ബന്ധപ്പെട്ടാൽ എന്താണ് അവന്റെ മേലിലുള്ളത് എന്ന ചോദ്യം. ആ ചോദ്യത്തിന് മറുപടിയായിട്ട് നബിതങ്ങൾ കൊടുത്ത മറുപടി ലിഹാറ് പോലെ അവന്റെ മേലിൽ കഫാറത്തുണ്ട് എന്നാ. പുണ്യമായിരിക്കുന്ന റമളാന്റെ പകലിൽ നോമ്പ് മുറിച്ചവൻ
അവനുള്ള മറുപടിയിൽ മുലാഹിർ പോലെ കഫാറത്തുണ്ട് എന്ന് പറഞ്ഞത്. ഇവിടെ അഹസ്സായ ഉത്തരം. ഈ അഹസ്സായിരിക്കുന്ന മുസ്തഖില്ലായ ജവാബ് ഇവിടെ അഹസ്വാണ് പറ്റും. കാരണം ഇവിടെ മിണ്ടാതെ നിൽക്കുന്ന ഒന്നുണ്ട്, മസ്കൂത്തു അൻകുണ്ട് ഇവിടെ. ആ മസ്കൂത്ത് ഇവിടെ എന്തായ അറിയാൻ കഴിയും. ഇങ്ങനെ അറിയുകയാണ് എങ്കിൽ ആ ജവാബ് പറ്റുമെന്നാണ്. അമ്മെന്താ ദിക്റൂബി ഖൗലിഹി, അത് അവന്റെ വാക്കിൽ പറയലാണ്. വല അമ്മുൽ വാരിദു, വല്ല അമ്മു അമ്മായത് ദിക്റുഹു, അതിനെ പറയുക, ഫി ഖൗലിഹി, തന്റെ വാക്കിൽ പറഞ്ഞുകൊണ്ടുവരിക. വല അമ്മുൽ വാരിദു അലാ സബബിൻ ഖാസിൻ ഫി സുആലി ഗൈരിഹി, ചോദ്യമോ ചോദ്യം അല്ലാത്തതിലോ പ്രത്യേകമായ ഒരു കാരണത്തിന്റെ മേൽ വന്നതായ ആമ്, അത് മുഅ്തബറുൻ ഉമൂമുഹു ഇൻദൽ അക്സരി, എന്നാ ഉമൂമ് അധിക പണ്ഡിതന്മാരടുക്കലും പരിഗണിക്കപ്പെടുന്നതാണ്. എന്നാ ഖാസായ ഒരു സബബ് ഉണ്ടായിട്ടുള്ളൂ, പക്ഷെ ആമാണ് വന്നത്. എന്നാ ആമ് പരിഗണിക്കോ അത് ആ ഖാസമ നിർത്തുവോ എന്നാ ചോദ്യം. അല്ല, ആമ് പരിഗണിക്കും എന്ന് തന്നെയാണ്. അവിടെ ലഫ്ളിന്റെ ലാഹിറുകൾ നോക്കുമ്പോൾ അത് ആമല്ലേ എന്നാ. വക്കീല പറയപ്പെട്ടിട്ടുണ്ട് മഖ്സൂർ അല സബബി ലി വറൂദി ഫീഹി, ആ കാരണത്തെ ആസ്പദപ്പെടുത്തി വന്നതല്ലേ, അതുകൊണ്ട് ആ സബബിന്റെ മേൽ തന്നെ ചുരുക്കാൻ പറ്റും. അപ്പൊ ആമല്ല. മിസാലുഹു, അതിന്റെ ഉദാഹരണം ഇങ്ങനെ പറയാം. ഹദീസ് തുർമദി വഗൈരിഹി അൻ അബീ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു, ഇമാം തുർമദിയും അല്ലാത്തവരും അബീ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ടുള്ള റിപ്പോർട്ട് പറഞ്ഞ ഹദീസാ. ഖീല യാ റസൂലല്ലാഹ്, നബിയോട് ചോദിക്കപ്പെട്ടു, അത്തവല്ലഹു മിൻ ബീരി ബുലാ, അല്ലെങ്കിൽ ബിലാഅത്ത് കിണറ്റിൽ നിന്ന് ഞാൻ ഒന്നുണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോ അല്ലല്ല, ആ തത്തവല്ലഹു മിൻ ബീരി ബുലാ, ബുലാഅത്ത് കിണറ്റിൽ നിന്നും നിങ്ങൾ ഒന്നുണ്ടാക്കുകയാണ് നബിയെ എന്ന് ചോദിച്ചത്. വഹിയ ബിഇറി യുൽഖാ ഫീഹൽ ഹിയളു വലുഹൂമുൽ കിലാബ്, നായയുടെ മാംസങ്ങളും ഹയലിന്റെ കഷ്ടങ്ങളൊക്കെ അതിൽ കൊണ്ടുവന്ന കിണറല്ലേ കിണർ, അതിൽ നിന്ന് അങ്ങ് ഒന്നുണ്ടാക്കുകയാണോ എന്നാ ചോദിച്ചത്. വന്നത്തിന്, അതുപോലെ ദുർഗന്ധങ്ങളും ഒഴിവായി കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ നബി കൊടുത്ത മറുപടി വഖാല ഇന്നൽ മാഅ തുഹൂറുൻ ലാ യുനജ്ജിസു ഷൈഉൻ ഐ മിമ്മാ ദുകിറ വഗൈറി, പറയപ്പെട്ടതിൽ നിന്നും അല്ലാത്തത് ഒന്നും തന്നെ എന്താവുകയില്ല, ആ വെള്ളത്തെ നജീസാക്കൂല. ആ വെള്ളം തുഹൂറാണ്, തനിയെ ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതുമാണ്. ഇതാ നബി തങ്ങൾ കൊടുത്ത മറുപടി. ഇത് ആമായ ഒരു മറുപടിയാ, ഖാസായ ഒരു സബബാവിടെ. ആ കിണറ്റിൽ ഒന്നുണ്ടാക്കുക, അങ്ങനത്തെ കിണർ, അതിനെ ആസ്പദപ്പെടുത്തി വന്ന ആമ. ഈ ആമ് എന്താണെന്നറിയാമോ, പരിഗണിക്കോ അല്ലേ? ആ പരിഗണിക്കും എന്നാ. കീലക്കാര് പറയുന്നു ഇല്ല, അത് പരിഗണിക്കൂല, അത് അവിടേക്ക് ബാധകമാക്കി വന്നതല്ല, അപ്പൊ അവിടെ തന്നെ നിർത്തണം എന്ന്. ഇനി ബിളാത്തിന്റെ ലോകത്ത് അഹ്ലുൽ ലുഗത്തി യളുമൂനൽ ബാ, ബു എന്ന് പറയും, വയക്സുറൂനഹ, ബി എന്നും പറയാം, മഹ്ഫുളുൽ അമ്മ, അപ്പൊ ബുളാഅത്ത് എന്ന് പറയാം. പിന്നെ ഹിയൽ ജമ്മു ഹൈലത്ത്, ഹൈലത്തിന്റെ ജമ്മാണ് ഹിയൽ, കസറത്തിൻ വ കിസർ വ ദൈമത്തിൻ വ ദിയം. ഇനി ഇവിടെ ഹൈലത്ത് എന്നതിന്റെ ജമ്മിന് ഫത്ത് കൊടുത്തൊരു ഹൈൽ എന്ന് പറയാം, ലൈഇൻ ജമ്മു ലൈഅത്ത് എന്ന് പറയും പോലെ. എന്ത് പറഞ്ഞാലും വേണ്ടല്ല, ഹിയൽ പറഞ്ഞാലും വേണ്ടല്ല, ഹൈൽ പറഞ്ഞാലും വേണ്ടല്ല. ഇവിടെ മുറാദ് നമ്മൾ കരുതിയ ഹൈലല്ല, വൽ മുറാദ് ഇൽഖാഉ ഖിറഖിൽ അയളി, ഹൈലിന്റെ കഷ്ടങ്ങളൊക്കെ അതിൽ കൊണ്ടിടുക എന്ന ഉദ്ദേശം. അതാണ് കഴിഞ്ഞു. വഖീല, പറയപ്പെട്ടിട്ടുണ്ട്, മിമ്മാ ദുക്കിറ, ഇതിനോട് അടങ്ങി നിൽക്കുന്നതിനെ പറ്റി ഇവിടെ മുണ്ടിയിട്ടില്ല, മറ്റൊന്നിനെ പറ്റി ഇവിടെ മുണ്ടിയിട്ടില്ല. ഈ പറയപ്പെട്ടത് മാത്രമേ ഉണ്ടാവുള്ളൂ, മറ്റേ ഇല്ലല്ലോ. അതാണ്. അപ്പോ വൈൻകാലത്ത് ഉചിതത്ത് കരീനത്തുൻ, കരീനത്തുണ്ട് എങ്കിൽ, വൈൻകാലത്ത് ഉചിതത്ത് കരീനത്തു തഅമീമി, ആമാക്കാൻ പറ്റുന്ന കരീനത്ത് ഇവിടെ ഉണ്ടോ? എന്നപ്പ അജിദറു, ഏറ്റവും നല്ലത് ഔലാബി ഇത്തിബാർ ഒമൂമി, എന്നാ പിന്നെ ഒമൂമിനെ പരിഗണിക്കും. മിമ്മാ ലൗ ലം തുക്കുൻ, കരീനത്ത് ഇല്ലാത്തതിനേക്കാൾ പരിഗണിക്കുക, കരീനത്ത് ഉള്ള ആമിനെ പരിഗണിക്കും എന്നാ പറഞ്ഞത്. മിസാലുഹു, അതിന്റെ ഉദാഹരണം,
ഖൗലുഹു തആല അള്ളാന്റെ വാക്കന്നെ വസ്സാരിഖു വസ്സാരിഖത്തു ഫഖ്തു ഐദിയഹുമാ എന്ന മോഷ്ടാവിന്റെയും മോഷ്ടിയുടെയും രണ്ടും കൈ മുറിക്കുക നിങ്ങൾ എന്ന ആയത്ത്. വസബബു നുസൂലിഹി ഈ ആയത്ത് ഇറങ്ങാനുള്ള കാരണം അലാമ ഖീല പറയപ്പെട്ടതനുസരിച്ച് റജുലുൻ സറഖ റിദാ സഫ്വാൻ സഫ്വാൻ എന്നവരുടെ തട്ടം ഇയാൾ കട്ടു. ഫദക്കറ എന്നിട്ട് അള്ളാഹു തആല പറഞ്ഞത് എന്താ? അസാരിഖത്ത് കൂട്ടി പറഞ്ഞു. ഈ അസാരിഖത്ത് എന്നുള്ളത് ഖരീനത്തുൻ അല അന്നഹു ലം യുരിദ് ബിസാരിഖി സാരിഖി എന്നതുകൊണ്ട് അള്ളാഹു തആല ഉദ്ദേശിച്ചിട്ടില്ല ദാലിക റജുൽ ഫഖത്ത് ആ മോഷ്ടാവായ റജുലിനെ മാത്രം ഉദ്ദേശിച്ചിട്ടില്ല എന്നതാണ് സാരിഖത്ത് എന്ന പദം കൂടെ കൂട്ടി പറഞ്ഞ മനസ്സിലാവുന്നത് എന്നർത്ഥം. അപ്പൊ അങ്ങനെ ഖരീനത്തുണ്ടെങ്കിൽ ആമാക്കാം, സബബ് ഖാസാണെങ്കിലും. ഖൗലുഹു തആല അല്ലാഹുവിന്റെ വാക്കനെയും ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ അമാനത്ത് സ്വത്തുക്കളൊക്കെ അതിന്റെ അവകാശികളിലേക്ക് തിരിച്ചു കൊടുക്കുക, നിങ്ങൾ വീട്ടിൽ കൊടുക്കുക എന്ന് അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ നസല ഈ ആയത്ത് ഇറങ്ങിയത് കമാ ഖാലൽ മുഫസ്സിരീൻ പറയുന്നത് പോലെ ഫീ ഷൈഇൽ മിഫ്താഹിൽ കഅബ കഅബയുടെ താക്കോലിന്റെ കാര്യത്തിലാണ്. എപ്പോ ലമ്മ അഖദഹു അലിയുൻ റളിയല്ലാഹു അൻഹു മിൻ ഉസ്മാന ബിൻ തുൽഹ ഉസ്മാൻ ബിൻ തുൽഹയിൽ നിന്ന് അലി റളിയല്ലാഹു അൻഹു താക്കോലിട്ട് പിടിച്ചു. ഖഹറ നിർബന്ധിച്ച് ബലമായി പിടിച്ചെടുത്തു. പിടിക്കാൻ അലി റളിയല്ലാഹു അൻഹു തീരുമാനമല്ല, ബി അംരിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയുടെ കൽപ്പന പ്രകാരം യൗമൽ ഫത്ഹി മക്കം ഫത്ഹിന്റെ ദിനത്തിലാണ്. എന്തിനും ലിയുസല്ലിയ ഫിയ കഅബയിൽ പോയി നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. ഫസല്ല ഫീഹ റക്അത്തൈനി ഹബീബ നബി തങ്ങൾ അത് തുറന്ന് നിസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. വഖറജ പിന്നെ നബി തങ്ങൾ പുറത്തേക്ക് പോകുകയും ചെയ്തു. ഫസഅലഹുൽ അബ്ബാസ് അപ്പൊ അബ്ബാസ് റളിയല്ലാഹു അൻഹു മഹാനാ നബിയോട് ചോദിച്ചു അൽ മിഫ്താഹ താക്കോല് തരാൻ വേണ്ടി. ലി അൻസുറ സദാനത ഇല സിഖായത്തി അവിടെ കുടിപാന്യം കൊടുക്കുന്നതായ സേവകന്മാരുണ്ട്, അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് താക്കോല് ചോദിച്ചത്. അപ്പൊ പലതരത്തിൽ ആയത്തിറങ്ങിവിടെ എന്ത് ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാത്തി എന്ന് പറഞ്ഞ ആയത്തിറങ്ങി. ആയത്തിറങ്ങാനുള്ള കാരണം ഈ താക്കോലിന്റെ കാര്യമാണ് താനും. അപ്പൊ ഖാസായ ഒരു സബബിന്മേൽ ആസ്പദപ്പെടുത്തി ഇറങ്ങിയ ആയത്താണ് ആയത്ത്. ഫറദ്ദുഹു അങ്ങനെ ആ താക്കോല് കൊടുത്തു അലാ ഉസ്മാനിന് കൊടുത്തു. ബിലുതുഫി ബി അംരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലഹു ബിദാലിക കൊടുക്കാൻ അലിയാർ തങ്ങളോട് നബി തങ്ങൾ കൽപ്പിച്ചു, മയത്തോടുകൂടെ കൊടുത്തും ചെയ്തു. അപ്പൊ കൊടുത്തപ്പോ ഫതഅജ്ജബ ഉസ്മാൻ എന്നവര് ആ ഒരു സംഭവം കണ്ട് അത്ഭുതപ്പെട്ടുപോയി. ഫഖറഅ ലഹു അങ്ങനെ അലിയാർ തങ്ങൾ ഈ ആയത്തങ്ങൾ ഓതി കൊടുക്കുകയും ചെയ്തു. ഫജാഅ ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം നബിന്റെ അടുത്തേക്ക് വന്നു, മുസ്ലിമായി. ഇവിടെ ഫദക്കറൽ അമാനാത്ത് അല്ലാഹു തആല അമാനാത്ത് എന്ന് പറഞ്ഞു, അമാനത്ത് എന്നല്ല ബിൽ ജമ്മാക്കിക്കൊണ്ട് പറഞ്ഞപ്പോ ഖരീനത്തുൻ അലാ ഇറാത്തുൽ ഉമൂം ഇവിടെ അള്ളാഹ് ഉദ്ദേശിക്കുന്നത് അമാനത്ത് എന്ന് പറയുമ്പോൾ ഇത് മാത്രമല്ല എല്ലാം കൂടിയാണ്. ഇങ്ങനെ ഖാസായ ഒരു സബബിനെ ആസ്പദപ്പെടുത്തി വന്ന ആയത്താവട്ടെ ഹദീസാവട്ടെ അവിടെ ഖരീനത്തുണ്ടോ ആമാക്കണമെങ്കിൽ ആമാക്കാം, ഖരീനത്തില്ലെങ്കിൽ ആക്കൂല എന്നതാണ്. ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ചർച്ച ആമിനി ഖാസിനെയും കുറിച്ച്. ഇത് അള്ളാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. റബ്ബുൽ ഇസ്സത്ത് അർഹമായ പ്രതിഫലം നമുക്ക് എല്ലാവർക്കും നൽകട്ടെ, നാഫിയായ ഇൽമു നൽകി നമ്മേവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.